അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പിസ്സച്ചങ്ങായിമാരെ, ഇവിടെ കൂടിയ വാപ്പ ഉമ്മമാരെ, ನಾನು ಬೆಳ್ಳೆ ಪ್ರಸಂಗ ಇಷ್ಟಪಟ್ಟಿಲ್ಲ. ಒಂದು ಜನಪಕ್ಷ ನಾನು ಇಪ್ಪಟ್ರೆ ಅಲ್ಲಾಹು ತಾല ತೌಫೀಕ್ നൽകട്ടെ. ആമീൻ. ഇൽമു പിന്നെ അദബ് ചൊല്ല ಬೆಳ್ಳೆ ಬಿಸಿಯಾയിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊന്നൊരു ഉലമാ വറസത്തുൽ അംബിയ, അംബിയ മനുഷ്യർ അനന്തര അവകാശികളായിട്ട് കിടന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ ബഹുമാനിക്കാനാണ് കടമയായിട്ടിക്കര്. ഉസ്താദുമാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു നബിമാരിൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനത്തിലാണ് നബിമാരെ അവകാശികളായിട്ടിക്കട്. നബി ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളായി ഉസ്താദുമാരായിട്ടിക്കട്. ആ ഉസ്താദുമാരെ ബഹുമാനിക്കാൻ ഞങ്ങളെ കടമയായിട്ടിക്കര്. ഉസ്താദ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊന്നു തൻ്റെ മോനുക്ക് ഒരു ബിസ്മി പഠിപ്പാട്ടി കൊടുത്തേക്ക്. ആ മോൻ്റെ ഉസ്താദ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു 4000 ദിർഹം കൊടുത്തു. ആ 4000 ദിർഹം കൊടുക്കുമ്പോഴത്തേക്ക് അബൂ ഹനീഫ റളിയല്ലാഹു ആൾമാർ കേട്ടാറ് ഒരു ബിസ്മി പഠിപ്പാട്ടിക്ക് അത്ര ഒരു ദിർഹം കൊടുക്കണ. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു ചെന്നേന്ദ്ര വന്നുണ്ടാ. അബൂ ഹനീഫ റളിയല്ലാഹു ചൊന്നു നന്റെ 4000 ദിർഹം അല്ല 4000 ദിർഹം എന്നാ കൊടുക്കാത്ത ഒരു ഉസ്താദിന്റെ ബഹുമാനം അത്രയായിട്ട്. ഒരു വിദ്യാർത്ഥി നാഫിയ ഇൽമ കരസ്ഥമാക്കണമെങ്കിൽ ഉസ്താദിനെ പൊരുത്തവും കുരുത്തവും അന്യാരിയായിട്ടിക്കര്. ഉസ്താദിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവൻ ഇപ്പല്ലെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പരാജയമായിട്ടിക്കര്. ഉസ്താദുമാരെ നല്ല ലഭിച്ച ഉപദേശിച്ച് തരുമ്പോഴത്തേക്കും ആ ഉപദേശം ഉൾക്കൊള്ളിച്ച് ജീവിക്കുന്ന ആളെ കടമയായിട്ടിക്കര്. നല്ലതായിട്ട് നല്ല ലഭിച്ച ഉസ്താദുമാർ ഉപദേശം ഉൾക്കൊള്ളിച്ച് ജീവിക്കുന്നതാണ് കടമയായിട്ടിക്കര്. അല്ലാഹു തആല ഖുർആനിൽ ചൊന്നൊരു അല്ലിമൂ സായിറുല്ലാഹു ഫഇന്ന മിൻ തഖ്വൽ ഖുലൂബ്. ഈമാനിന്റെ സായറുകളെ ബഹുമാനിക്കുക. ആ സായറിൽ പെട്ട ഒന്നായിട്ടിക്കര് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ. ആ ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന കടമയായിട്ടിക്കര്. ഇത്ര ചൊന്നെ പ്രസംഗിക്കപ്പെട്ടു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.